വലിയൊരു സ്കാം എടാ മമ്മു നിന്നെ ഒന്ന് ചെയ്യൂലടാ, നീ കേറ്, നീ ടെൻഷൻ ആവല്ലേ? മനസ്സിലായോ? നമ്മ വാസുവിന്റെ ടീമാണ്, നമ്മൾ വാസുവിന്റെ ടീമാണ്. എടാ ഇതാണ് നമ്മുടെ വീട്. ഇത് ഷമീർ ഷമീറല്ലേ? അതെ അതെ അതെ. ഇവിടെ മമ്മു എന്ന് പറഞ്ഞ ആരോടെന്ന് പറഞ്ഞു. എവിടെയാണ് അവൻ? നീയാണോ മമ്മു? അലക്സാണ്ടർ അല്ലേ? നീ എന്താ ചില്ലായൊന്ന്? എടാ ഇവിടെ എന്താ പാട്ട്? ഇതാണ് നിങ്ങള് ഷെയ്ക്കിന്റെ ഗ്യാങ് ആണാ? ബ്ലാക്ക് മാഫിയ. മനസ്സിലായില്ല. പിന്നെ എങ്ങനെ അളിയാതൊക്കെ വന്നേ? സ്കൂട്ടർ കയറി വന്നേ. ആര വണ്ടി? എന്റെ വണ്ടി തരാം. എന്നാ എന്റെ വണ്ടി എടുത്തു. ഏതാ വണ്ടി? എടുത്തോ. അടി മേടിക്കുവേ. ചത്ത ഒരു സുഖം കാണത്തില്ലേ? അവിടെ ഒരു പ്രപ്പോസിങ് ചെയ്യുന്ന അത് മുത്തു അല്ലേ? അത് മുത്തു പെണ്ണിനെ വളയ്ക്കാൻ വണ്ടി തുറന്നേ. മണിയല്ലേ? മണിയല്ല, മുത്തു. മുത്തു എടാ മുത്തു 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 അല്ലേ? ചന്ദ്ര ഇത് യാര്? സരളയുടെ കൂട്ടിരിക്കുന്നല്ലേ ബാക്ക് കണ്ടിട്ട്? വണ്ടിയിലോട്ട് 4 പേരേ ഉള്ളൂ കേട്ടാ. டீல் ஒன்னு இருந்துச்சு. நான் அது இன்னைக்கு நாளைக்கு கேட்டுட்டு പറയാമേ. ഓക്കേ. ഇത് എന്താ എത്ര സീറ്റ്? ഇത് കൊള്ളാലോ വണ്ടി. നീ അവിടെ പോണ്? ഒരു പരിപാടി ഉണ്ട് നമുക്ക്. ഒരു വിഷയം നമ്മൾ അടിച്ചു പോണ്. ഇത് കയ്യാങ്കളി നമ്മൾ തന്നെ ഉയരോടെ തിരിച്ചു അങ്ങനത്തെ ഒരു കേസാണ്. എന്റെ അടുത്ത് ഇരുന്നോളൂ. ഞാൻ കാണണം. തറലേ പോട്ടെ. നിന്റെ അടുത്ത് ഇരുന്നോളൂ. നീ കേറിയിരിക്കാണ്. എന്ത് കേറിയിരിക്കാ? നമ്മുടെ ഫ്രണ്ടാണ്. ഒരേ വൈബന്നല്ലേ? ചന്ദ്ര ഇവിടെ വലിയൊരു സ്കാം നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കേട്ടെ. TV ഹൗസിൽ വാസോണ്ണന്റെ ഹൗസിൽ പോവാൻ വേണ്ടി ടിവിയിലുള്ളതാ കേറി. ആധാർ കാർഡ് വണ്ടി കയറിയാലേ കാണിച്ചു തരാൻ പറ്റൂ. വണ്ടി കയറാ കാണിച്ചു നിന്നെ കളിക്കൂല നീ കേറ്. നീ ഇറങ്ങിയിട്ടുണ്ടല്ലോ. സിമ്പിളാ. ഇത്രേ ഉള്ളു കാര്യം. എന്താ ജസ്റ്റ് അവൻ തന്നെ വാങ്ങിക്കടാ. ഓന്റെ അടുത്തൊന്ന് പറ, നമ്മളെ വിശ്വസിക്കേ. ഒന്നും ചെയ്യില്ലെന്ന് പറ. വിശ്വസിക്കാൻ അതാ മുമ്പിൽ 2 കുണ്ടന്മാർ ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നപ്പുറത്ത്. വള്ളിയൊന്നുമില്ല. നീ കേറ്. വള്ളിയൊന്നുമില്ല, കേറ്. നീ ചില്ലായിക്കേ. അവന്റെ പേരെന്തിന്? അവന്റെ പേരെന്തിന്? മമ്മുടാ. മമ്മു അവനൊക്കെ. എടാ അവനവർക്ക് ഗ്യാങ്സ് കാണിച്ചു. എടാ കേറടാ. എടാ മമ്മു നിന്നെ ഒന്ന് ചെയ്യൂലടാ, നീ കേറ്. നീ ടെൻഷൻ ആവല്ലേ? നീങ്ങനെ കൊച്ചു പിള്ളേരെ നിന്നെ കുണ്ടടിച്ചടക്കില്ലല്ലോ. അയ്യേ എന്നാണോ ഇല്ല. പൊട്ടളിയാ തൂറപ്പേടിയാണ്. ശരിക്കും അവനെന്താ പേടിക്കണം? നമ്മളൊന്നും ചെയ്തില്ല ശരിക്കേ.
വാസോണ്ണനെ എടാ കാണണം വാസോണ്ണന്റെ അണ്ടി വാസോണ്ണ കാണിച്ചെന്നാ പറഞ്ഞ വണ്ടി കയറടാ നേരത്തെ പറയുന്നുണ്ട് വാസോണ്ണനെ കുറ്റം പറയുന്ന വാസോണ്ണന്റെ അണ്ടിയാ നീ അപരാധി ഷെയ്ക്കെ 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 ഇവനെ തലയെ പിടിച്ചൊരയ്ക്കും പറഞ്ഞ ഞാനിപ്പം കൊറേ നേരം അവൻ എടാ നമ്മ അവൻ എവിടെ പോയി ആ നമ്മ വാസുവിന്റെ ടീമാണ് നിന്റെ എത്ര നേരം നമ്മ എടാ നിന്നെ ആരും എന്തെങ്കിലും ചെയ്താ ഇല്ല ബ്രോ നിങ്ങള് ബ്രോ പേടിക്കുന്നെന്താ വാസുണ്ട് ബ്രോ നമുക്ക് മരണപ്പോടെ കാരണം ബ്രോ നമ്മ ബ്രോ നമ്മ നമ്മൾ പറഞ്ഞുതരാം ആരൊക്കെന്ന് പറഞ്ഞുതരാം ആരൊക്കെന്ന് പറഞ്ഞുതരാം നമ്മള് ടി വിയിലത്തെ എന്റെ പേര് ചന്ദ്രൻ ഇത് നീ ഒന്നോ രണ്ടോ പറ ആദ്യം ആ എടാ എന്റെ പേര് ചന്ദ്രൻ ഇത് നീഗൻ ഇത് SRK മനസ്സിലായോ ഇത് വാസോണ്ണന്റെ ടീം തന്നെ നമ്മ വാസുവിന്റെ ടീമാണ് നമ്മ വാസുവിന്റെ ടീം നമുക്ക് അണ്ണനെ കാണാൻ പറ്റോ പ്ലീസ് അടാ അണ്ണനെ കാണാൻ പറ്റും ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ചേട്ടാ ചേട്ടാക്കി ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാം ഞാൻ സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഞാന് വൈബ് പിടിക്കാൻ വേണ്ടിട്ട് ആ പൊയക്കായിരിക്കും ഞാൻ കൊറേ സമയം നിന്ന് എനിക്ക് ഒരാളും എന്റെ പേര് വൈബ് പിടിക്കുന്നില്ല നിങ്ങൾ നല്ലൊരു വൈബ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ നമ്മ ചില്ലാണ് നീ വിചാരിക്കുന്ന പോലെയല്ല നമ്മള് ചില്ലായിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് മറ്റേ സ്വഭാവം ഉണ്ടെങ്കിൽ ഏത് ചില്ലായിട്ടും കാര്യമില്ല എടാ ഞാൻ വിചാരിച്ചോട്ടെ നിന്റെ കണ്ട പാരിൽ കുണ്ടടിച്ചാ നീ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ അല്ല പ്രത്യേക തരം ആൾക്കാരെ വിളിക്കും ആരെ കൊണ്ടുപോയി നിനക്ക് ഗൊഗ്ഗോ കിട്ടിയാ എന്താ മോനെ എന്താ നിനക്ക് കാട്ടിൽ പോയിട്ട് വാസോണ്ണനോട് ഞാൻ പറയാ അണ്ണനോട് ഞാൻ പറയാ നിനക്ക് വാസു അണ്ണന്റെ അനിയൻ എന്തിനാ വാസു അണ്ണന്റെ എന്തിനാ പറഞ്ഞേ അണ്ണനെ ഒന്ന് കാണട്ടെ അണ്ണനെ ഞാൻ ഒന്ന് കാണട്ടെ അണ്ണനെ ചന്ദ്ര ഞാൻ കാര്യം പറഞ്ഞടാ എടാ നിനക്കിങ്ങനെ അണ്ണനെ അറിയാം നമ്മുടെ അതാണ് ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം ഏതണ്ണൻ അണ്ണനറിയാത്ത ആരുള്ള മോനെ അണ്ണനറിയാത്ത ആരുള്ള ഇല്ല സിറ്റിയിൽ പുതുതായിട്ടൊന്നും ആൾക്ക് വാസുവിന്റെ അറിയാൻ വഴിയില്ലല്ലോ വാസു അണ്ണൻ ആർക്കും അറിയാത്ത മുത്തേ സിറ്റിയിൽ ആർക്കും അറിയാത്ത അതല്ല അറിയാം എവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നീ എടാ നീ ഒന്ന് F അടിച്ചിട്ട് നിന്റെ ഐഡന്റി കാർഡ് കാണിച്ചേ ഐഡന്റി കാർഡ് നമുക്ക് ആകെ സാമാനം മാത്രമല്ല അല്ലാണ്ട് ഐഡന്റി കാർഡ് ഒന്നും ഇല്ല മോനെ സാമാനം കാണിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ സാമാനം കൊണ്ടോ അതുണ്ട് പിന്നെന്തിനാ നീ പറഞ്ഞു നടക്കുന്നേ ഉള്ളവരെല്ലാരും പറഞ്ഞു നടക്കോ സാമാനുണ്ട് നീ എന്തായി പറയുന്നേ ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർത്താനങ്ങളുണ്ട് എന്ത് എന്തെന്ന് വെച്ചാ അങ്ങനത്തെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിയൊന്നുമില്ല അല്ല എന്ത് വർത്താനം അത് നമുക്ക് ഗ്യാങ് ഹൗസിൽ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം എന്നെ വീടെ കാണിച്ചു ചില്ല ഞാൻ മാറ്റാം എനിക്ക് ഇവിടെ വൈഭവം ഉണ്ട് നമുക്ക് ഭയങ്കര ചില്ല് ചെയ്യണം അതിനെന്താ ചെയ്യേണ്ടത് അതിന് ചില്ലിയണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ചില്ലാണ് ഉദ്ദേശിക്കണേ അതാണ് നമ്മള് പലതരത്തിലുള്ള ചില്ലുണ്ട് അത് പറ നിനക്ക് എന്താണ് വേണ്ടുന്നത് അത് മാത്രം തന്നാ പോരെ നീ പറ എന്ത് വേണം നിന്റെ ആ ഒരു മൂഡ് പറ ഫുഡെല്ലാം കഴിച്ച് വൈവാക്കാം നമുക്ക് ആ ഫുഡും പാട്ടും ഓളം ഞാൻ പാട്ടോളൂ ഞാൻ ഗായകനാ പാർട്ടിക്കൊന്നും പോണ്ട പാർട്ടി വൈബ് പൊമ്പുള്ളറെല്ലാം വേണം എന്നാലേ പാർട്ടി വൈബ് ഉണ്ടാവും നമുക്കൊരു നമുക്ക് ഞാൻ കാണട്ടെ നമുക്ക് ഇവിടെ ഒരു സംഭവമായിരിക്കണം ആദ്യമായിട്ട് ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നത് നിങ്ങള് നിനക്ക് എത്ര വയസ്സാണ് എത്ര വയസ്സുണ്ട് നീ റൈറ്റിലോട്ട് നോക്കിയേ ഇതാ ഇത് കണ്ടാ കണ്ടാ ഇത് കണ്ടാ ഇതാണ് നമ്മുടെ വീട് അണ്ണനെവിടെ അണ്ണൻ കുളിക്കല കുളിക്കലടാ അണ്ണന് ഉറക്ക ഹലോ ചന്ദ്രൻ ഹലോ ഇത് TGയിലെ മാഡിയാണ് എന്തോ ചോദിച്ചു പറഞ്ഞു കുന്നേൽ ബെന്നി ചോദിച്ചു ബെന്നിയാ മച്ചാനെ നമ്മള് ഒരു കാര്യം പറഞ്ഞ നീ നമ്മളെ പിള്ളേരെ തൊട്ടെന്നറിഞ്ഞ ഉള്ളയാണാ TG നമ്മളെ പിള്ളേരെ എടുത്തിട്ട് ഉറക്കുന്നേട്ട് ഉള്ളയാണാ തൊട്ടായിരുന്ന പിള്ളേരെ നമ്മുടെ ബാലന് സാവേജ് അവരായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായോ നിങ്ങള് എന്റെ മോനെ ഇല്ലല്ലോ അത് ഞാൻ വരാല WOK ആയിരുന്നു അവിടെ www.com ആയിരുന്നു നോട്ട് ഇഷ്യൂ ഓക്കെ അപ്പൊ ഞങ്ങള് ഇത് വരാം സംസാരിച്ച് കുറച്ച്
ഓക്കെ ഓക്കെ Okay, ഓക്കെ done, ഓക്കെ done. നോട്ട് എ പ്രോബ്ലം. ഞാനിപ്പോ സാൻഡിലുണ്ട്, നിങ്ങളിപ്പോ പറയുമ്പോൾ വിളിച്ചാൽ ഞാൻ ജോബ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇത് ചെകുത്താമേടിയാ ഓ സംസാരിക്കുന്നത്. സോറി നീ കുന്നേൽ ബെന്നിയാണ് നിന്റെ അടുത്ത് പറഞ്ഞല്ലേ? ആ കുന്നൽ ബെന്നി പറഞ്ഞു ഇങ്ങനെ തപ്പുന്നുണ്ടെന്ന് പറഞ്ഞേ. ആ, മനസ്സിലായി. ഇപ്പൊ നമ്പർ മനസ്സിലായി. വെച്ചു അങ്ങനെ വിളിച്ചതാ. ഇപ്പൊ ക്ലിയർ ആണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചാ മതി. ഇതെന്നെ ഓക്കെ നമ്മളെ പോലെ ഗ്യാങ് ആണ് ഇവിടെ. അതിന് നീ കൊറേ കഷ്ടപ്പെടണം. അല്ല അങ്ങനല്ല, ഇപ്പൊ ഒരു 5 മിനിറ്റത്തെ കാര്യം ചന്ദ്ര പറഞ്ഞാ 5 മിനിറ്റില് ഗ്യാങ് ആണോ? നീ ഒരു അല്ല, gamer ചന്ദ്രൻ ആണല്ലേ? നിങ്ങളെ പേരാണ്, എന്റെ പേര് മമ്മൂക്കോയ. എടാ നീ ഒരു ഗെയിമർ അല്ലേ? ആ നിന്റെ ചിഹ്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ ചിന്ന നിന്റെ ചിഹ്ന കണ്ടിട്ട് മനസ്സിലാവും. നീ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യണം കേട്ടാ. നിനക്ക് കുറച്ച് ഭയങ്കര ബൾക്ക്. നിനക്ക് കുറച്ച് അതുകൊണ്ട് നല്ല ഫാറ്റ് ഉണ്ട്. ഉണ്ട്. നിങ്ങളെന്റെ മുഖത്ത് ചുണ്ണി മുഖത്ത്. കണ്ടാ? ചുണ്ണിയല്ലടാ, നിനക്ക് ചിരിക്കാത്ത ഇല്ലടാ. എടാ ചിന്നടാ ചിന്ന ചിന്നെന്ന് പറഞ്ഞപ്പോ നീ എന്താ ചുണ്ണി അല്ലെ അവന് ചിഹ്നെന്ന് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ അക്ഷരം മാറിപ്പോ അക്ഷരം മാറിപ്പോ. താടി താടി വരാൻ എന്താ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ വെച്ചാ മതിയാ? താടി വരാനായിട്ട് നീ എടാ താടിയല്ലേ വളച്ച് വിളിച്ച്. എടാ ഇവരെ കുടുംബത്തിൽ കയറ്റാ കൊള്ളത്താടാ. ഇവനെ കേട്ടണ അങ്ങനെ പറഞ്ഞാ, അങ്ങനെ പറഞ്ഞാ. എന്തൊക്കെയാ പറയുന്നേ? ഇവൻ പറയണ ഫുള്ള് റോങ് ആണല്ല. ചിന്ന് ചുണ്ണി വെളിച്ചെണ്ണ ഇതൊക്കെ റോങ് ആണല്ല. ഇതൊക്കെ ഫുള്ളൊരു നിങ്ങളിങ്ങനെ ഒന്നല്ലല്ലോ കടൽ തീരത്തെന്ന് പറഞ്ഞത്. ശരിക്കും നീലടാ നിങ്ങളെന്ത് ഇവിടെ വന്നിട്ട് വീട്ടിൽ നീ പിന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ആരെ കൊണ്ടുവന്നിട്ടില്ലേ? റോങ് ലുക്ക് ഉണ്ടാട്ടാ. ഇനി ഇങ്ങനത്തെ വർത്തമാനം അന്റെ മൂഡ് ഒരു പഫ്സ് പോലിന് പോലത്തെ മൂടാ. നിങ്ങളെ നോക്കണ്ട മൂഡ്. നിങ്ങൾ എന്താണ് ഇങ്ങനൊന്നും പറയുന്നത്? നിങ്ങൾ മറ്റടുത്ത വർത്താനം പറയല്ല. ഞാൻ അണ്ണനെ കാണാൻ മതി. അണ്ണനെ കണ്ടിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ പോയിക്കോളൂ. അണ്ണ കിടക്കാണ്. അണ്ണനോട് എണീക്കാൻ പറ. നീ ഉറച്ചെടുക്കല്ലേ? എനിക്ക് ഇതൊന്നും കാണാൻ പറ്റും. ഗാങ് ഹൗസ് എല്ലാം ഒന്ന് കാണാൻ പറ്റോ? കാണാം ഇവനിപ്പോ ഇത് കാണിച്ചു ഇപ്പൊ അങ്ങോട്ട് ഓടി, ബാക്കിലേക്ക് ഓടി. വെളിവില്ലാത്തവൻ അങ്ങോട്ട് പോയവൻ. എടാ ഇങ്ങോട്ടോ എടാ അവൻ പോയി. എടാ വാസനോട് സിറ്റി കയറ്റിയല്ല മൂടായിരിക്കും. എടാ കുട്ടാടാ അല്ല ഇപ്പൊ കേറിയ നന്നായിരിക്കും ചന്ദ്രു. അല്ല ഇപ്പൊ കേറ്റിയ നന്നായിരിക്കും. ഒന്നുമില്ല കണ്ണാപ്പി സത്യം പറയുന്നേ കേട്ടില്ലേ? സോറി അടിച്ച് ഫിറ്റ് ആളിയാ. വേണ്ട കേട്ടണ്ട. വാ ഇങ്ങോട്ടോ കോൺസെർട്ട് എടാ ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് സൽക്കരിക്കണം. ആ സൽക്കരിക്കാം വാ. എവിടെ എടുത്തേക്ക് സൽക്കരിക്കാം വാ. ചന്ദ്രനോടോ ഇങ്ങോട്ട് എടാ നീ എങ്ങോട്ടാ പോകാ? ഇങ്ങോട്ട് വാടാ. ഇവൻ ആരാടാ ഇവൻ? ഇങ്ങോട്ട് ഞാൻ നടക്കാം. ഞാൻ ഒന്ന് പോട്ടെ. ഒന്ന് ബാ. കമോൺ നമ്മൾ വൈബാക്കാൻ വന്നതല്ല. നമ്മൾ വൈബാക്കാൻ വന്നതാ. കമോൺ ഇങ്ങോട്ട് നടക്ക്. ഇതാര്? ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? നീ എറിഞ്ഞിട്ടവനെ. ഇത് ഷമീറല്ലേ? അതെ ഷമീർ ഒരു കുട്ടിയെ വെള്ളം കുടിക്കാതെ തലയിറങ്ങി വീണ് വെള്ളം കൊണ്ടാണ് മരിച്ചവൻ. നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞ. ഷെയ്ഖിന്റെ കൂടെ നിന്ന് കിട്ടിയതാളാ. പേര് എനിക്കറിയില്ല. ഇത് അറിയിടത്തിയാ ഇതെപ്പോ? നിങ്ങള് മറ്റേ ആളല്ലേ? ഇന്നലെ നമ്മള് മീറ്റ് ചെയ്തായിരുന്നു. നമ്മള് മീറ്റ് ചെയ്ത ആളാണോ നിങ്ങള്? അല്ലല്ലോ. എന്നാ പിന്നെ വേറെ ആളായിരിക്കും. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ. ഹലോ ചന്ദ്രനോ? നിങ്ങളാണോ ചന്ദ്രൻ? ടി വി ചന്ദ്രൻ? അതെ. എന്തെല്ലാം സുഖല്ലേ? സുഖല്ലേ? സമീറിനെ കണ്ടായിരുന്നു. ഷെയ്ഖിനോടെ കണ്ടായിരുന്നു. ഷെയ്ഖ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കും. എന്റെ ഫോണില് ചാർജ് ഇല്ല. ഒന്ന് വിളിച്ചു തരുമോ? ഷെയ്ഖിന്റെ നമ്പർ ഉണ്ടാ? ഞാൻ വിളിക്കാം. സ്പീക്കറിലടാ. സ്പീക്കറിലിട്. ഈ നാറി മരിച്ചെന്ന് തോന്നല്ല. മരിച്ചോ? ആള് പോയി. ഒന്ന് ഹെൽപ്പ് ഇടാവോ? അറിയോ എങ്ങനെ?
t/help ചന്ദ്രു. അതെ ഷെയ്ക്കേ ഷെയ്ക്കിനെ ഒരാള് ഐഡി വിളിക്കുന്നു ഐഡി ഒന്ന് റബ് ചെയ്യാൻ വേണ്ടി ഹലോ എടാ ഞാനാണ് ഷമീറാണ് ആ കണ്ണൂർ കിങ് കണ്ണൂർ കിങ് പറ. ആ ഞാൻ വീടുണ്ട് ടിവിന്റെ ഉള്ളിലുണ്ട് ഇങ്ങോട്ടേക്ക് വാ 1% ഓക്കെ ടിവിന്റെ അടുത്തെത്തി. ആ വാ 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 ആ എത്തി ആ എന്നാ ഞാൻ പോയിട്ട് വരാം. ആ പോവാണോ ഇവിടെയാണോ ജനിച്ചത്? ഞാൻ ഇവിടെ ജനിച്ചു പോയി. പിന്നെ ഇന്നലെ അങ്ങനല്ല ഇന്നലെ ഞാൻ വാസുവണ്ണനെ കണ്ടിട്ട് ബായി പറഞ്ഞിട്ട് പോയതാ. അതാണ് ഞാൻ വാസുവണ്ണൻ വന്നോ? വാസണ്ണ വന്നില്ല. വാസണ്ണ ഇന്ന് ഒരു പരിപാടിക്ക് പോയേക്കാം. ആ ഓക്കെ ഓക്കെ ഇയാളെ നമ്മള് പാഴ്സലാക്കി അങ്ങ് എത്തിക്കാം. എണീറ്റിട്ട് വേണമെന്നില്ല കുഴിച്ചു കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇനിയിപ്പോ വന്നിട്ടില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അടക്കിയാലോ നമ്മുടെ കല്ലറ തുറന്നേ നമ്മളെ വിശ്വസിച്ച് വന്നേലടാ ഇവൻ നമ്മളിങ്ങനൊക്കെ അബോധാവസ്ഥയിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ മമ്മു? ശരിക്കും നീ ഇപ്പൊ മരിച്ചു. ഇനി അടക്കുക എന്നുള്ളതല്ലാണ്ട് നിന്റെ ആത്മാവിന് വേറെ ശാന്തി ഇല്ല. നമ്മള് അടക്കാൻ പോവാ നിന്നെ. അടി നമുക്ക് പിത്തൽജിലൂടെ അടക്കാം. പിത്തൽജിലൂടെ കിടന്നോട്ടെ. ഇതാണ് പിത്തൽജി. ഇനിയിപ്പോ നീ മരിച്ച് ഇനിയിപ്പോ ഈ പുള്ളിയായിട്ടാണ് നീ കിടക്കണ്ടേ. ഇനി ജീവിതകാലം ഫുള്ള് നീ കേറി കഴിഞ്ഞാ ഇങ്ങനെ ഇവിടെ കിടക്കും. അമ്മോ നീ ചത്ത് മരിച്ചു. നീ കൂട്ടാട്ടിനുള്ള പിത്തൽജി മാത്രമേ ഉള്ളൂ. കാര്യം പറയണ്ടേ? പറയണത് അത്യാവശ്യമാണ്. നമ്മള് വിശ്വസിച്ച ഒരാള് വണ്ടി കയറിയിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ബോധം കെട്ട് അറ്റാക്ക് വന്ന് തീർന്നെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പിത്തൽജി സഹകരിക്കുമായിരിക്കുമല്ലേ? പക്ഷേ പിത്തൽജി ഇത്തിരി സീനാണ് ഇപ്പൊ. പുതിയ കിളിന്ത് പയ്യനെ കിട്ടിയ ഗൊഗ്ഗാണ് പ്രശ്നമാണ് ഇത്. മമ്മു നിനക്ക് പറ്റൂടാ? പ്രശ്നമല്ലളിയാ. നോക്ക് ചിരിച്ചോണ്ടിരിക്കണല്ലോടാ. ഓ സത്യം. ഇനിയിപ്പോ മമ്മുവിന്റെ ഫോട്ടോ ഇപ്പുറത്ത് നോക്കണല്ലോ അളിയാ. ഇല്ലടാ നമ്മുടെ ഗ്യാങ് ഹൗസിൽ മാത്രമേ അടക്കാൻ പറ്റൂ. പിന്നെ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാണ്. കുഴപ്പമില്ല. എന്തിനാ ആരും അറിയത്തില്ല. നമ്മൾ മാത്രമല്ല അറിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം. ചെറിയൊരു പ്രശ്നമായി. എന്താ മമ്മൂല്ലേ പുള്ളി ഈ ലോകത്തിനോട് വിട പറഞ്ഞു. പുള്ളി ഇവിടെ മറ്റേ മഞ്ഞില് ചിറക്കി തലയടിച്ച് വീണ് ആളന്ന് പോയി. അല്ല ടിവിയിലുണ്ടോ? ഞാൻ ഗ്യാങ് ഹൗസിൽ വന്നോട്ടെ. ഗ്യാങ് ഹൗസിൽ വന്നോ ബാക്കിൽ വന്നോ? ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ടൊരു വഴിയുണ്ടല്ലോ, അങ്ങോട്ട് വന്നോ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ടോ ശരിക്കേ? ഫ്രണ്ടിലുണ്ട്. അകത്തോട്ട് നേരെ വാ. അകത്തോട്ട് നേരെ വന്നോ. ഞാനിവിടെ ഉണ്ട്. വാ ചേക്കേ. നമ്മള് കബറിന്റെ അങ്ങോട്ടുണ്ട്. വാ അകത്തൊരു മൃതദേഹം അന്തിമ വിശ്രം കൊള്ളുവാണ്. ചെരുപ്പ് നൂരിട്ടിട്ട് കയറണേ. വാ ഷമീറ ഉസ്മാനെ വാ. നമുക്ക് ആളെ കൊണ്ടുപോയിട്ട് ബുദ്ധിയില്ല. സിറ്റിയില് 10 ദിവസം തന്നെ ഒരാൾ മരിക്കാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വന്ന ദിവസം തന്നെ ശ്മശാനത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലേ അത് ഒരു അന്തസ്സാണ്. കളിക്കല്ലേ ഞങ്ങൾ പോയിട്ട് ശരിക്കും പോയിട്ടോ. ശരിക്കും അവന്റെ അടുത്ത് നമ്മുടെ അടുത്ത്
ശരിക്കും നമ്മളുടെ അടുത്ത് ദേഷ്യവും തോന്നലെന്ന് പറയണേ നമ്മള് മനുഷ്യന്റെ കാര്യം ഇങ്ങനെ ബൈ ബൈ ഉസ്മാനെ ബൈ 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 എന്തെങ്കിലും ചെയ്യാൻ പറ്റാ എടാ ഇവനി ഇനി നേരെ കൊണ്ട് അടക്കിക്കോളൂ ഒന്നും അല്ല. ചെയ്യാനില്ല ഇനി നമ്മള് മാക്സിമം നേരെ മുതുക്കിന് മുകളിലൊരു പബ്ലിക് ഇതുണ്ട് അവിടെ രക്ഷിക്കാൻ ഒരേ വഴിയുള്ളൂ ഇവിടത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ലാസ്റ്റ് അവരുടെ കയ്യിലായിരിക്കണം ഇനി. ഹോസ്പിറ്റലിലേക്ക് എടുക്കും വാ 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 ഓക്കേ. കാർ ഓടിക്കാൻ പഠിക്കാം കാർ ഓടിക്കാൻ ടാറ്റ. എന്തൊരു ഭാഗ്യമല്ലേ അവന് വന്ന് തന്നെ ആ ഞാനൊരു കബറും കിട്ടിയില്ല അവനെ എറിഞ്ഞു കൊന്നെന്ന് പറഞ്ഞാ സത്യം അവന്റെ നാളെ ആത്മാവ് ഗ്യാങ്ങൊക്കെ ആയിട്ട് അവന്റെ ആത്മാവ് പോലും സഹിക്കൂലാട്ടാ നീയാണ് അവനെ മനസ്സിലായിട്ട് കൂടി ഇല്ല കുഴപ്പമില്ല അത് നീ മണ്ണ് വാരി എറിഞ്ഞ് ഇല്ല അത് മഞ്ഞ് വീണാ മരിച്ചവൻ മഞ്ഞ് എന്തൊക്കെ മനുഷ്യരല്ലേ നീ ആവർത്തിക്കും. അവന്റെ ലൈഫ് വാ 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 പോ വാസവണനെ കാണാൻ വന്നേടാ പാവ ഓനവിടെ തീരെ പ്രാങ്ങാണെന്ന് തീരെ പ്രാങ്ങാടാ കോളരി